മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ദിമിത്രോസ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് വിട്ട ദിമിത്രോസ് മറ്റൊരു ISL ക്ലബ്ബുമായി കരാറിലെത്തിയിട്ടുണ്ടെന്ന രീതിയിൽ വിശ്വസനീയമായ റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സീസൺ മുതൽ ISLൽ വമ്പൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഏതായാലും ISLൽ അടുത്ത സീസൺ മുതൽ വരുത്തുന്ന മാറ്റങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം, പൊതുവെ ഒരു ISL ടീമിൽ ഒരു ഏഷ്യൻ താരത്തിൻ്റെ സാന്നിധ്യം നിർബന്ധമാണ്. എന്നാൽ ഇനി വരുന്ന സീസൺ മുതൽ ഏഷ്യൻ താരത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമില്ല, വേണ്ടവർക്ക് സൈൻ ചെയ്യാമെന്ന് മാത്രം. അതുപോലെ തന്നെ ഒരു ടീമിൻ്റെ സാലറി ക്യാപ്പ് 18 കോടിയായി ഉയർത്തിയിട്ടുണ്ടെന്നും മാർക്കസ് മൊർഗുലോവ വളരെ വ്യക്തമായി കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സാലറി ക്യാപ്പിൽ ഉൾപ്പെടുത്താതെ 2 സൂപ്പർ താരങ്ങളെ വേണ്ടവർക്ക് സൈൻ ചെയ്യാം. അതായത് ഈ ഒരു 18 കോടിയിൽ ഉൾപ്പെടുത്താതെ മറ്റു 2 സൂപ്പർ താരങ്ങളെ ഒരു ടീമിന് സൈൻ ചെയ്യാമെന്ന് ചുരുക്കം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ ഓരോ ടീമിലും മികച്ച താരങ്ങളെ തന്നെ, അതായത് യൂറോപ്പിലൊക്കെ കളിക്കുന്ന മികച്ച താരങ്ങളെ വമ്പൻ സാലറിയൊക്കെ കൊടുത്തുകൊണ്ട് സ്വന്തമാക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും അതുപോലെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇന്നലെ തന്നെ നമ്മൾ ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഓഫറിനോട് നോ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടാൻ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോട് നന്ദി അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പുതിയ പോസ്റ്റ് പങ്കുവെക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് വിട്ട ദിമിത്രോസ് ഒരു ISL ക്ലബ്ബുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും 2 വർഷത്തെ ഭീമമായിട്ടുള്ള സാലറിയൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ദിമിത്രോസ് രാമൻഡകോസിനെ ഒരു ISL ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് കീഡയുടെ മീഡിയ മാനേജർ അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ റിപ്പോർട്ടുകളും പങ്കുവച്ചിട്ടുണ്ട്. മാത്രമല്ല, ദിമിത്രോസിനെ ഈസ്റ്റ് ബംഗാളാണ് സ്വന്തമാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കൊൽക്കത്ത മാധ്യമങ്ങളും റിപ്പോർട്ടുകളും പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ദിമിത്രോസിനെ അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാളിന്റെ കുപ്പായത്തിൽ കാണാനാണ് പോസിബിലിറ്റീസ് കാണുന്നത്. മാത്രമല്ല, ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് വിടാനുണ്ടായ കാരണങ്ങളും സ്പോർട്സ് കീടെ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുണ്ട്. ദിമിത്രോസ് മുന്നോട്ട് വെച്ച ഓഫറുകളും ആവശ്യങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്നലെ ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടും ഉണ്ടായിരുന്നത്. 3 വർഷത്തെ കരാറാണ് ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടത്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 1 വർഷത്തെ കരാറാണ് ദിമിത്രോസിന് നൽകാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദിമിത്രോസും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റുമായുള്ള ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഒടുവിൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് ദിമിത്രോസ്. ഇനി ഈസ്റ്റ് ബംഗാളിന്റെ കുപ്പായത്തിൽ ദിമിത്രോസിനെ നമുക്ക് കാണാം. ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായി ഇനി അദ്ദേഹം കളിക്കും. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ദിമിത്രോസിനെ വിട്ടുകളഞ്ഞതിനെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.